അങ്ങനെ രാത്രി വൈകിയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബന്ധുവിന്റെ വീട്ടിലെത്തി. ഹലോ, ഇതാണ് ശബാന മാഡം. എപ്പോഴും ചിരിക്കുന്ന ആളാണ്. ഇതെന്തൊക്കെയാണ് ഇങ്ങോട്ട് നോക്കിയ ബിരിയാണി, മലബാർക്ക മുഹബത്ത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പറയാണ്ട് വരണം വിചാരിച്ചാണ്. പിന്നെ നിങ്ങളിവിടെ ഇല്ലെങ്കിൽ പെടൂലേ? അയ്യോ, ഇതാണ് മലബാറിലോട്ട് വന്നാലുള്ള പ്രശ്നം. എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ബിരിയാണി, ബിരിയാണിയുടെ മസാല, ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, ബീഫ്, സാലഡ്, പത്തിരി, പപ്പടം. ഓ മൈ ഗോഡ്, ഇതൊക്കെ കുറച്ച് കഴിക്കാം. നമ്മളങ്ങനെ നാടുകാണി ചുരം കയറാൻ പോവാണ്. വഴിക്കടവായി, വഴിക്കടവ്. നിലമ്പൂരിന്ന് ഞങ്ങള് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ കുളിക്കാനും കൂടി ഇന്നില്ല പോന്നപ്പോ. വയനാട് പോയിട്ട് അരുവിയിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ശബാനയുടെ ഫുഡൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇന്നലെ? അപ്പോൾ നമ്മളുടെ അടുത്ത ഏതെങ്കിലും ഒരു ട്രിപ്പിൽ ശബാനയും മോനും ഉണ്ടാവുകയും ചെയ്യും നമ്മളുടെ കൂടെ. ഫൈസൽ ബായ് ആദ്യമായിട്ട് ചുരം കയറുകയാണ് അല്ലേ? ഉദ്ഘാടനം അല്ലേ? നാടുകാണി ചുരം. നിലമ്പൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നാടുകാണി ചുരം തുടങ്ങുന്നത്. ഇതിങ്ങനെ വളരെ വൈൻഡിങ് റോഡിലൂടെ കടന്നു പോയിട്ട് തമിഴ്നാടും കേരളവും കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് നാടുകാണി ചുരത്തിൻ്റെത്. അപ്പോൾ വയനാട് കയറുന്നവർക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെങ്കിലും താമരശ്ശേരി വഴി പോവാം. നമ്മൾക്ക് നിലമ്പൂരിൽ നിന്ന് കയറി പോവുകയും ചെയ്യാം. ഞങ്ങൾ പോകുന്നത് നിലമ്പൂർ വഴിയാണ്. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ചുരത്തിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥ കേട്ടാലോ? നാടുകാണി ചുരം കണ്ടുപിടിച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണെന്നാണ് പറയുന്നത്. വില്യം ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ. അയാൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പബ്ലിക് വർക്ക്സ് ഓഫീസർ ആയിരുന്നു. ഒരു ആദിവാസിയും അയാളുടെ വളർത്തു നായയും കൂടിയിട്ടാണ് ഇവർ ഈ ചുരം കണ്ടുപിടിച്ചത്. എന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് ഓഫീസറും അയാളുടെ ടീമും ജോലി സംബന്ധമായിട്ട് നാടുകാണി എന്ന് അന്നത്തെ ട്രൈബൽസ് വിളിച്ചിരുന്ന ഈ സ്ഥലത്തെത്തിയപ്പോൾ അവർ കാട്ടിലകപ്പെട്ടു. അങ്ങനെ കാട്ടിലകപ്പെട്ട് വഴി തെറ്റിയപ്പോൾ ഈ ട്രൈബ്സ്മാൻ ആണ് ശരിക്ക് അവർക്ക് ആ വഴിയുടെ ഉള്ളിലൂടെ കടന്ന് മുകളിലോട്ട് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് അത്ര നാടുകാണി ചുരം കണ്ടുപിടിച്ചത്. എന്തോ പിരിവാണ്. സ്കാനിങ്, ഗൂഗിൾ പേ സ്കാൻ ചെയ്യാം. ഒരു കൂട്ടം ചെറുപ്പക്കാരും മൊത്തം ആളുകള് ക്യാൻസർ ചികിത്സക്കുള്ള ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ. റോഡ് വളരെ മോശം റോഡ് അല്ലേ? ഇത്രയും നേരം വന്നിട്ട് ഇപ്പോൾ നാഷണൽ ഹൈവേ കഴിഞ്ഞിട്ട് പിന്നെ മോശം റോഡ് ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ CNG-യിൽ ആ ചുരം കയറാൻ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്രോളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഹെയർപിൻ ബെൻഡുകളുണ്ട്, വളരെ പനോറമിക് ആയിട്ടുള്ള വ്യൂസ് ഉണ്ട്. രാത്രിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആനനെ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഓരോ KSRTC ബസ്സുകൾ പോകുന്നത് കാണാം. അങ്ങനെ നാടുകാണി ചുരം കയറുമ്പോൾ നീലഗിരി വീട്ടിലെ നമ്മുടെ കാലങ്ങളായാലും ഇവിടെ എത്ര കൊല്ലായി ഇവിടെ? അത്ര ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ എന്താ സ്പെഷ്യല്? പഴംപൊരി ബീഫാ? ഇവിടെ തന്നെ ചെയ്യണതാ? നല്ല ചൂട് പഴംപൊരി. കാറിനുള്ളില് കയറിയപ്പോ മുതൽ തുടങ്ങിയ തീറ്റയാണ്. ഇതാ ഡ്രൈവറിന് ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ബോർഡുകളൊക്കെ ഉണ്ട്. ഇവിടെ തമിഴ്നാടാണോ അറിയില്ല. ഊട്ടി വർക്കി എന്ന് പറയുന്ന സാധനം അത് കേട്ടിട്ടുള്ളവർ അതിനെ കുറിച്ച് പറയുക കേട്ടോ. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഊട്ടി വർക്കി അവൈലബിൾ എന്ന്. കീഴ്നാടുകാണി എത്തി. നമ്മൾ ചുരങ്ങളൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ബബ്ലൂസ് നാരങ്ങ ഒരു സാമ്പിൾ നോക്കട്ടെ. മസാല സെപ്പറേറ്റ് തന്നാൽ മതി.
ഇത് തമിഴ്നാടാണോ? തമിഴ്നാട് എത്തി. തമിഴ്നാട് എത്തി അല്ലേ? ഇവിടെ മലയാളം പറയും, അതും മലയാളം, തമിഴ്, കന്നഡ ഒക്കെ പറയും. എല്ലാം പറയും. ಕನ್ನಡ ಗೊತ್ತಾಯ್ತಾ? കന്നഡ ಗೊತ್ತು. ചിലർ കന്നഡ ಗೊತ್ತು. ಸ್ವಲ್ಪ ಗೊತ್ತು. ഇതെന്റെ വീട്ടിലുണ്ട്, എടുക്കാൻ മറന്നു. അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തോളാം. അല്ലി അടർത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. ചോളം, ഇത് ഇങ്ങനെ പല സംഗതികളാണ്. അങ്ങനെ 40 രൂപ. നമ്മള് ഇവിടെ ഒരു ചെറിയ ടൗണിലെത്തി. നാടുകാണി, ഇതാണ് നാടുകാണി, പ്രോപ്പർ നാടുകാണി. ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. കംപ്ലീറ്റ് തമിഴ് സംസ്കാരം ഫുള്ള്. മുല്ലപ്പൂ വെച്ച ആളുകള്, മുല്ലപ്പൂ കടകള്. നമ്മൾ ലെഫ്റ്റിലോട്ട് അയ്യൻകൊല്ലിയിലോട്ടാണ് നമ്മൾക്ക് പോകേണ്ടത്. പ്രകൃതിയെല്ലാം മാറി തമിഴ്നാട് വന്നപ്പോ അല്ലേ? ഡ്രൈ ആയി. വീടുകളുടെ നിറങ്ങൾ കണ്ടില്ലേ? നീല, പച്ച, മഞ്ഞ, അങ്ങനെ ചൂട് കൂടി. ഇവിടെ വന്നേ പിന്നെ മാരുതിയുടെ വണ്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ. കംപ്ലീറ്റ് മാരുതിയുടെ വണ്ടികളാണ്. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇവിടെ ഏതാണിത്? ഇതുകൊണ്ട് മാത്രമുള്ള ബെസ്റ്റ് ബൈക്സ് ആണ്, ഫ്രാഞ്ചൈസി അല്ല. എന്നാലും കുഴപ്പമില്ല. ഇവിടെ കയറാം. ദേവാള എന്ന് പറയുന്ന സ്ഥലമാണിത്, ദേവാള. ബൈക്ക് റാലി. ആസ്പെറ്റോസ് ഷീറ്റിട്ട വീടുകൾ, ലായങ്ങളായിരിക്കുമല്ലോ തേയില തൊഴിലാളികളുടെ. ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ ലൈഫ് എന്താണ്? ഐ ഡോണ്ട് വാണ്ട് ടു ഇമാജിൻ. തമിഴ്നാടിന്റെ സൗന്ദര്യം. എന്താ ഭംഗി. കടലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു ബോർഡർ ടൗൺ. നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. തമിഴ്നാടാണ്. ചോങ്കൂര് തേയില തോട്ടം എന്നാണ് അവിടെ എഴുതിച്ചേക്കണത്. ഇവിടുത്തെ വ്യൂസ് ഒക്കെ നോക്കിയേ. ഇവിടെ ഉള്ളവർക്ക് യാതൊരു വാല്യൂ ഉണ്ടാവില്ല. നമ്മളും കുറച്ച് കഴിയുമ്പോൾ കണ്ട് നമുക്ക് മതിയാവും. പക്ഷെ ആദ്യമായിട്ട് കാണുമ്പോൾ ആ ഒരു താഴ്വാരങ്ങളും. ഗ്രാമപ്രദേശത്തിലോട്ട് എത്തി. വളരെ സമാധാനം, വണ്ടികളൊന്നുമില്ല. കംപ്ലീറ്റ് യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് അല്ലേ? റോഡ് നോൺ എക്സിസ്റ്റന്റ്. ഇത് അയ്യൻകൊല്ലിയിലെ ഏതോ വഴിയാണ്. എവിടെയാണ്, എന്താണ് ഒരു പിടുത്തമില്ല. എവിടെ പോയാലും സൈഡ് ഒതുക്കലിന്റെ പ്രശ്നം ഉണ്ടാവും. ഇതെവിടെയാണ് സ്ഥലം? കൊളപ്പള്ളി. കൊളപ്പള്ളിയാണ്. എന്തൊരു തിരക്ക് പിടിച്ച അല്ലേ? സ്മോൾ ബോർഡർ ടൗൺ. അണ്ണാച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട് ചായ കുടിക്കാൻ. മല്ലികപ്പൂ വെച്ചൊരു പെണ്ണ്. ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് മുളങ്കൂട്ടം. ഇതിനിടയിൽ കൂടി 4 കിലോമീറ്റർ കൂടി പോകണം ഇതിനുള്ളിലൂടെ. റോഡൊക്കെ നന്നാക്കി സനീഷിന്റെ വീട്ടിലോട്ടുള്ള. കുറച്ചുകൂടി വീതി കൂട്ടി അല്ലേ? നല്ല ഭംഗിയുള്ള ഓട് വീടൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ സനീഷിന്റെ വീടെത്തി, വീണ്ടും എത്തി. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുണ്ട് ഇവിടെ? ആരാണ് ഇവിടെ ഉള്ളത്?